പ്രഭ ആന്റി ഏതൊക്കെ വിധത്തിൽ ഓരോ പണി ഒപ്പിക്കുമെന്നും അവർക്കറിയാം. എല്ലാം അറിഞ്ഞിട്ടും നിന്നോട് ദേവികയുടെ അമ്മ ദേഷ്യം കാണിക്കേണ്ട കാര്യം എന്താ? നീ വന്നേ, ഇപ്പൊ തന്നെ അങ്ങോട്ട് പോണം. അവരെ കണ്ട് 4 വർത്തമാനം പറയണം. നമുക്ക് ദേവികയെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാം. ഒന്ന് കാണണമല്ലോ അവരെ തടയുന്നത്. നീ വാടാ. വേണ്ട മുരളി. നീ വരുന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. നിന്നോട് വരാനാ പറഞ്ഞത്. മുരളേട്ട, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട. എനിക്ക് അവരോട് സംസാരിച്ചാലേ കലി തീരൂ. ഇവനെ മനസ്സിലാക്കാതെ അവരങ്ങ് ആളാവുന്നു. ഒന്ന് നിർത്ത് മുരളേട്ട. അവരൊരു അമ്മയാ. സ്വന്തം മകളുടെ ഈ അവസ്ഥയില് അവരെത്ര വേദനിക്കുന്നെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. കല്യാണം കഴിഞ്ഞ മുതല് അവർക്ക് പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ടോ? അവസാനം ഇപ്പോ മീരയുടെ ഭീഷണി വരെ എത്തി നിൽക്കല്ലേ? സ്വന്തം മകളുടെ ഭർത്താവിനെ വേറൊരു പെണ്ണിന്റെ കൂടെ നിർത്തി വിളക്കുഴിഞ്ഞെന്ന് പറഞ്ഞ ഏതമ്മയ്ക്കാ സഹിക്കാൻ പറ്റുക? അവര് പറഞ്ഞതിൽ കുറ്റം പറയാനേ പറ്റില്ല. പക്ഷെ ഇവൻ അവർക്കറിയില്ലേ? ഇങ്ങനൊരു അവസരത്തില് അവരതൊന്നും ഓർക്കില്ല. ഒരു മകള് ഗതിയില്ലാതെ നിൽക്കുന്ന അവസ്ഥ അതേ ആ അമ്മയുടെ മനസ്സിൽ കാണൂ. എനിക്കവരെ മനസ്സിലാവുന്നുണ്ട്. ഇനി എന്ത് വേണമെന്നാ നീ പറയുന്നത്? നന്ദ സമാധാനായിട്ട് വീട്ടിൽ പോണം. രാവിലെ ഞാനും മുരളേട്ടനും കൂടി അവിടെ ചെന്ന് ദേവികയെ കാണാം. ഞാൻ സംസാരിച്ചോളാം. ഞാൻ ദേവികയും വിളിച്ചോണ്ട് ചന്ദ്രത്ത് വന്നോളാം. പോരെ? ഇതേ എന്റെ വാക്ക. നന്ദ സമാധാനായിട്ടിരിക്കെ. നീ പറഞ്ഞാ ശരി. നന്ദ, അത് മതി. ഞങ്ങൾ ദേവികയെ ചെന്ന് കാണട്ടെ. ഞാൻ വീട്ടിലേക്കില്ല. പിന്നെ നീ എവിടെ പോകുന്നു? അറിയില്ല. ദേവിയില്ലാതെ മീരയുടെ അമ്മയുടെ ഇടയ്ക്ക് എനിക്ക് പറ്റില്ല. എന്നാ ഇവിടെ നിൽക്കാം. നീ രാവിലെ പോയാൽ മതി. ഇല്ല, ഞാൻ പോവാ. ഒരു ഡ്രൈവ് പോവാ, എവിടേക്കെങ്കിലും ഒറ്റയ്ക്ക്. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അല്ല, എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ഇതെന്താ ഞാൻ വന്നപ്പോ എല്ലാരും സംസാരം നിർത്തിയത്? ഇത് ഇത്തിരി സീരിയസ് മാറ്ററാ. നീ കയറി പൊയ്ക്കോ. ഞാൻ പോവാ, നിങ്ങൾ ചെല്ല്. നീ എവിടെ പോവാൻ? എന്നാ പിന്നെ ഞാനും വരാം. ഗൗരി, നിങ്ങൾ ചെല്ല. ഞങ്ങളൊന്ന് പോയിട്ട് വരാം. നീ വാ. വാടാ. എന്താ ഗൗരീച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെറിയൊരു പ്രശ്നമുണ്ട്. അത് മുരളേട്ടൻ തീർത്തോളും. നീ വാ. വാ. നീ കയറുന്നുണ്ടോ? ഇല്ല, നീ ചെല്ല. ഇനിയിപ്പോ ഞാൻ നിന്നെ തിരിച്ചുകൊണ്ട് വിടണോ? അതൊക്കെ നിനക്ക് വലിയ ബുദ്ധിമുട്ടാവില്ലേ? എന്നാ നീ പൊയ്ക്കോ. ഗുഡ് നൈറ്റ്. നീ കയറി വാതിലടയ്ക്ക്. ഇല്ലെങ്കിലേ നിനക്ക് ഒറ്റയ്ക്ക് ലോങ് ഡ്രൈവ് ചെയ്യാൻ തോന്നിയാലോ? ചെല്ലടാ. വാ. നീ എവിടെ ആയിരുന്നടാ ഇതുവരെ? എവിടെയെല്ലാം വിളിച്ച് അന്വേഷിച്ചു? വല്ലവന്മാരുടെയും കൂടെ കറങ്ങി നടക്കുകയാണെങ്കിൽ അതൊന്നും വിളിച്ചു പറയാൻ പാടില്ലേ? ആന്റി, ദേവിക ഉണ്ടോ ഇവിടെ? ദേവികയോ? അവള് നിന്റെ ആരാ? കൂട്ടുകാരന്റെ ഭാര്യ. ഒറിജിനല്. നീ പോയേ.
രാത്രി വീട്ടിൽ കയറി വന്ന് തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ. ആന്റി, ഞാൻ ആന്റിയോട് തർക്കിക്കാനോ ബഹളം വെക്കാനോ ഒന്നും വന്നതല്ല. പനി പിടിച്ചു കിടന്ന കൂട്ടുകാരന്റെ ഭാര്യയെ കാണാൻ വന്നപ്പോ നീ കുറെ തർക്കിച്ചു. ഇനി അത് ആവർത്തിച്ച പ്രഭ ആരാണെന്നറിയും. മുരളി, നീ പൊയ്ക്കോ. ആ എടാ, ആന്റിക്ക് എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നുവെച്ച് നിനക്കിവിടെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. നന്ദ, മുരളിയോട് പോകാൻ പറ. മീര മെഡിസിൻ കഴിച്ച് കിടക്കുക. മീരയ്ക്ക് നല്ല ഉറക്കം വേണം. അവളെ ബഹളം വെച്ച് ഉണർത്തണ്ട. ഇവനോട് പോകാൻ പറ. പറഞ്ഞില്ലേ ആന്റി, ഞാൻ ബഹളം വെക്കാനല്ല വന്നത്. ഞാൻ ബഹളം വെക്കും. മുരളി, നീ പൊയ്ക്കോ. ഇതൊക്കെ കണ്ടും കേട്ടും ഞാൻ നിയന്ത്രണം വിട്ട് നിൽക്കുക. ഇന്നിവിടെ വല്ല കൂട്ട വഴക്കമാവും. ആന്റി, ദേവികയുടെ വീട്ടില് നന്ദൻ പോയിരുന്നു. അവിടെ വീട്ടിലെല്ലാരും വിഷമത്തില്. അതിനി ഞാനെന്ത് വേണം? ഞാനാണോ അവളെ പറഞ്ഞയച്ചത്? അതെ, അമ്മ തന്നെ അവളെ പറഞ്ഞയച്ചത്. അമ്മ ഞങ്ങളെ രണ്ടുപേരും ചേർത്ത് വിളക്കൊഴിഞ്ഞത് മനഃപൂർവ്വമല്ലേ? അവളുടെ കയ്യിൽ വിളക്ക് കൊടുത്ത് മനഃപൂർവ്വമല്ലേ? അതെ, മനഃപൂർവ്വ. മീരയും നീ താലി കെട്ടിയ പെണ്ണല്ലേ? ഞാൻ ചെയ്തതിൽ എന്താ തെറ്റ്? ദേ അമ്മേ. ഏയ് നന്ദ, ഞാൻ പോവാം. ആന്റിയുടെ പോയിന്റ് തന്നെ നിൽക്കുക. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. പഴഞ്ചൊല്ലൊക്കെ പറയാൻ എനിക്കും അറിയാം. പക്ഷേ ഇപ്പൊ അതിന് നേരമില്ല. മുരളി ഇറങ്ങിയാൽ ഗേറ്റ് അടയ്ക്കാമായിരുന്നു. ശരി ആന്റി, ഞാൻ ഇറങ്ങാ. ആന്റി ഗേറ്റ് അടച്ചോ. നാളെ ദേവിക ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോ ഈ ഗേറ്റും വാതിലൊക്കെ ഒന്ന് തുറന്നു കൊടുക്കാം. ഇനി അഥവാ തുറന്നില്ലെങ്കിൽ ദേവികയെ കൊണ്ടുവരുന്നവര് തുറന്നോളൂ. നന്ദ ഇറങ്ങട്ടെ. പോട്ടെ ആന്റി. നിനക്ക് നാണമില്ലേ നന്ദ? വേറൊരുത്തൻ വന്ന് സ്വന്തം അമ്മയുടെ മുമ്പിൽ ആളാകുന്നത് കണ്ടു നിൽക്കാൻ. സ്വന്തം അമ്മ, അങ്ങനൊരു തോന്നല് അമ്മ എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? അമ്മയുടെ ഭാഗം ജയിക്കാൻ വേണ്ടി മാത്രം സ്വന്തം അമ്മ എന്ന പോയിന്റ് എടുത്തിട്ടാ പോരാ. നാളെ ദേവിക ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോ ഈ ഗേറ്റും വാതിലൊക്കെ ഒന്ന് തുറന്നു കൊടുക്കണം. നാളെ വരുമല്ലേ? ശരി, വരട്ടെ. പിന്നെ ഒക്കെ അനുഭവിച്ചോട്ടെ. സിദ്ധു, നിർത്തേണ്ടവനെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ വല്ലവനൊക്കെ വീടിനകത്ത് കയറി നിരങ്ങും. ആ മുരളി കുറെ നാളായി നന്ദന്റെ രക്ഷകർത്താവ് കളിക്കാൻ തുടങ്ങിയിട്ട്. ഈ വീട്ടിൽ നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യും. അവനാരാ ചോദിക്കാൻ? സിനിമയിലെ നായകൻ കളിക്കുക. കൂട്ടുകാരെ സംരക്ഷിക്കാനായി പ്രത്യക്ഷപ്പെടുന്ന നായകൻ. പാതിരാത്രി നന്ദന്റെ കൂടെ കയറി വന്നതാ. എന്നിട്ട് കുറെ ഉപദേശങ്ങളും. ദേവിയുടെ കാര്യം പറഞ്ഞ് കളിയാക്കലുകളും കുത്തുവാക്കുകളും. ദേവിക ഇവിടുന്ന് ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ ഇറക്കി വിടും. അതിന് അവനെന്താ? അവൻ പറയാ നാളെ ദേവികയെ തിരിച്ചു കൊണ്ടുവരുമെന്ന്. അപ്പൊ ഞാൻ വാതിൽ തുറന്നു കൊടുക്കണമെന്ന് ആജ്ഞാപിക്കുന്നു. ഇതിപ്പോ ഭസ്മാസുരന് വരം കൊടുത്ത പോലെയാ. ഇവിടെ നന്ദന് തുല്യം അവന് സ്വാതന്ത്ര്യം കൊടുത്തു. അതിപ്പോ നമുക്ക് തന്നെ വിനയായില്ലേ? നന്ദൻ എന്താ? ഒന്നും പറയണ്ടെന്നോ?
ശരി, വേണ്ട, പറയണ്ട. അവന്റെ ആട്ടും തുപ്പും പരിഹാസവും കേട്ടിങ്ങനെ കഴിയാം. വീട്ടിൽ വന്ന് വല്ലവനൊക്കെ ആളാകുമ്പോ സിദ്ധു ഇടപെടണ്ടേ? ഭാര്യയെ സംരക്ഷിക്കാൻ പറ്റാത്ത സിദ്ധു എങ്ങനെയാ നാടിനെ സംരക്ഷിക്കാൻ പോകുന്നത്? നന്ദനെ വിളിക്കാനോ? നന്ദാ, ദേ, മുരളിയെ ഈ വീടിനകത്ത് കയറ്റരുതെന്ന് പറയണം. ഭാർഗവിക്ക് ഇഷ്ടമില്ലെങ്കിൽ അവളും വരണ്ട. നന്ദ, എന്താച്ചാ? മുരളി മുരളിയെ മേലാൽ ഈ വീടിനകത്ത് കയറ്റരുതെന്നാ സിദ്ധു പറയുന്നത്. അങ്ങനെ അച്ഛൻ പറഞ്ഞോ? മുരളി അച്ഛാ, മുരളിക്ക് അവന്റെ വീട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഇടയിലും കൂട്ടുകാരന്റെ കാര്യത്തിൽ അവൻ ഇടപെടുന്നുണ്ടെങ്കിൽ അതവന്റെ വലിയ മനസ്സ് തന്നെയാണ്. വിശാല മനസ്സുള്ളവർക്കേ അത് തിരിച്ചറിയാൻ പറ്റൂ. കണ്ടോ, ഓരോ വാചകം പറയുന്നതിനിടയിലും എനിക്ക് ഓരോ കുത്ത്. ഒക്കെ ആ മുരളി പഠിപ്പിച്ചു കൊടുക്കുന്നതാ സിദ്ധു. ദേവികയുടെ കാര്യത്തിൽ അവൻ ഇടപെടുന്ന എന്തിനാ? ദേവിയെ അവൻ സ്വന്തം സഹോദരിയായി കാണുന്നോണ്ട്. അതൊന്നും പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല. അച്ഛാ, ദേവി ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ അമ്മ കാര്യമായിട്ട് സാഹചര്യം ഉണ്ടാക്കുകയായിരുന്നു. ആ പാവം എല്ലാം കണ്ട് പേടിച്ചുപോയി. അവളുടെ വീട്ടുകാർക്കും വല്ലാത്ത വിഷമമായി. ഞാൻ കൂടി അറിഞ്ഞുകൊണ്ടാ ഒക്കെ നടക്കുന്നതെന്നാ അവളുടെ വീട്ടുകാർ കരുതുന്നേ. അതുകൊണ്ട് തന്നെ എനിക്ക് ദേവിയോടൊന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല. ആ വീട്ടിൽ പോലും കയറാൻ എന്നെ അനുവദിച്ചില്ല അച്ഛാ. നാണമില്ലാതെ വന്നു നിന്ന് മോങ്ങുന്നു. ഭാര്യ വീട്ടുകാരി ഇറക്കി വിട്ടുന്നു. എടാ, നീ ഒരാണല്ലേടാ? നീയൊരു പോയല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എങ്കിൽ പറടാ സിദ്ധു. നമ്മുടെ മോനെ അപമാനിച്ച ആ വീട്ടുകാരെയും അവളെയും നമുക്കിനി എന്തായാലും വേണ്ട. ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു ഭാഗം മാത്രം എടുത്ത് അമ്മ ഒരു അവസരം ആക്കണ്ട. മുരളി പറഞ്ഞ പോലെ നാളെ അവൾ ഇങ്ങോട്ട് വരും. മീരി അങ്ങ് വലിച്ച് മൂക്കി കയറ്റുമെങ്കിൽ കേറ്റട്ടെ. ചുമ്മാ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കണ്ട ആരും. അച്ഛാ, അമ്മ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ വേണമെങ്കിൽ മീര ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ച് സത്യം പറയിപ്പിക്കാം. അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അവളോടൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ അച്ഛനമ്മയോട് വ്യക്തമായിട്ട് എല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എന്നെ ദേവിയും ഞങ്ങളുടെ പാട്ടിന് വിട്ടേക്കാൻ പറയണം. ആരെയും പേടിച്ച് എനിക്കൊരു ജീവിതം വേണ്ട. നിക്കടാ. എന്താ? അമ്മയെ ശത്രുവായി കണ്ടിട്ടുള്ള നിന്റെ പ്രഭാഷണം കൊള്ളാം. നീ സിദ്ധുവിന്റെ കൂടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങ്, നന്നായിട്ട് ശോഭിക്കാം. ഞാൻ ഇവിടെ പറയുന്നതൊന്നും പുതിയതായിട്ട് കണ്ടുപിടിച്ച് പറയുന്നതല്ല. മീരയുമായിട്ടുള്ള നിന്റെ വിവാഹം പണ്ടേ നിശ്ചയിച്ചതാ. ഇതെന്തൊരു കഷ്ടമാണ്. ഞാനൊന്നും പറയുന്നില്ല. പറയേണ്ടതെല്ലാം പറഞ്ഞിട്ട് ഇനി ഞാൻ ഒന്നും പറയുന്നില്ലെന്നോ? എന്നാ ഞാൻ പറയാം. ഞാൻ തീരുമാനിച്ച കാര്യങ്ങൾ ഞാൻ നടത്തിയിരിക്കും. ഓ, ആയിക്കോട്ടെ. ഒരു കാര്യം കൂടി,
ഇല്ല, അമ്മ എന്നെ പറയണ്ട. എന്താ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ പറഞ്ഞു പോയതാ. ഈ അമ്മ പറയിപ്പിക്കുന്നതാ. അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വിളിപ്പിച്ചിട്ട് സിദ്ധു എല്ലാം കേട്ടങ്ങിരിക്കുവായിരുന്നല്ലേ. എല്ലാവരും എനിക്കെതിരായിട്ട് നിൽക്കുമ്പോ സിദ്ധു എന്റെ കൂടെ നിന്നില്ലെങ്കിൽ ഇനി പ്രഭയെ ജീവനോടെ കാണില്ല. മീരെ പരീക്ഷിക്കാൻ നിന്നാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഞാനും മീരയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണമെന്നാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. മുരളി എന്താടാ പറഞ്ഞേ? നാളെ ദേവിയെ ഇവിടെ എത്തിക്കുമെന്നാ അവ ഉറപ്പ് പറഞ്ഞേ. അതെന്തായാലും നന്നായി. ഗുഡ് മോർണിംഗ്. എന്താ ഗുഡ് മോർണിംഗ് എന്ന് വെച്ചാ നേരം വെളുക്കാറായെന്ന്. ഇത്ര നേരം എവിടെയായിരുന്നു? രജനി ചേച്ചി നന്ദനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം. ലേറ്റ് ആവാതെ വീട്ടിൽ കയറണമെന്ന് കർശനമായിട്ട് പറയണം. എന്തുകൊണ്ടാ ഇങ്ങനെ തോന്നിയ സമയത്ത് വരികയും പോവുകയും ചെയ്യുന്നതെന്നറിയാമോ? പെണ്ണ് കിട്ടാത്തോണ്ടാ. മീരയുടെ കാര്യങ്ങൾ നോക്കിക്കോ. എന്നെ ഒന്ന് വെറുതെ വിട്. ഞാൻ എത്ര മണിക്ക് വരണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എങ്ങനെ മീരയുടെ കാര്യം നോക്കാനോ? മീരയുടെ കാര്യങ്ങൾ തന്നെയാ നോക്കുന്നത്. നന്ദൻ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നത് ഇനി ഞാൻ സമ്മതിച്ചു തരില്ല. എല്ലാത്തിനും ഇനി ഒരു ടൈം ടേബിൾ വേണം. അത് ഞാൻ ഉണ്ടാക്കി മേശപ്പുറത്ത് വെക്കാം. രാവിലെ ഇത്ര മണിക്ക് ഉണരണം, ഇത്ര മണിക്ക് ഭക്ഷണം കഴിക്കണം, ഇത്ര മണിക്ക് തിരികെ വീട്ടിലെത്തണം. അങ്ങനെ നന്ദന്റെ സമയക്രമം മൊത്തം ഞാനൊന്ന് ഉടച്ചു വാർക്കുന്നുണ്ട്. മീര, ഞാൻ 100 കൂട്ടം പ്രശ്നത്തെ പെട്ടുകിടക്കുക. അതുകൊണ്ടേ ഞാനിപ്പോ ഒന്നിനും മറുപടി പറയുന്നില്ല. അല്ല, എന്താ നിന്റെ 100 കൂട്ടം പ്രശ്നം? ഒന്ന് പറഞ്ഞേ, അതെനിക്ക് സോൾവ് ചെയ്യണം. മീര ഒന്ന് പോയി തരുമോ? മീരെ, നീ എന്തിനാ ഇങ്ങനെ നന്ദനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നത്? അതെ, ആണുങ്ങളാവുമ്പോ ഇതുപോലെ ഒരല്പം ടഫായിരിക്കണം. എന്നാലേ ഒരു ഗുമ്മുണ്ടാവും, അല്ലേ ചേച്ചി? അല്ലാതെ നമ്മൾ പെണ്ണുങ്ങൾ പറയുന്ന അനുസരിച്ച് സോറി മീര, നാളെ മുതൽ ഞാൻ നേരത്തെ വരാന്ന് പറഞ്ഞാ അത് മാൻലി ആവില്ല. മീര, നീ എന്തൊക്കെയാ പറയുന്നേ? എന്താ ചേച്ചി? അല്ല, നന്ദനോട് ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നല്ലോ. ആഹാ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കക്ഷിയല്ലേ. ഇപ്പോഴേ ഒരു കടിഞ്ഞാണിട്ട് നിർത്തണം. എന്താണ്? എന്താ ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ട പോലെ? ചേച്ചിയുടെ കണ്ണ് രണ്ടും പുറത്തേക്ക് വന്നല്ലോ. ഞാൻ സത്യമല്ലേ പറഞ്ഞത്? നന്ദൻ വെഡ്സ് മീര, അതല്ലേ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? എന്താ? നന്ദനോട് ഒന്ന് കയറിയിരിക്കാനെങ്കിലും പറയായിരുന്നു. എല്ലാം ചെയ്തത് ആന്റിയാ. നന്ദു അതങ്ങ് അനുസരിച്ച് പോയി. ചേച്ചി, നമ്മൾ ബോൾഡായിട്ട് നിന്നാലേ നന്ദേട്ടൻ അവിടെ സ്ട്രോങ് ആവൂ. രണ്ടിലൊന്ന് തീരുമാനിക്കേണ്ട സമയമാണിപ്പോ. ഞാൻ അന്നാ മീരയോട് ആശുപത്രിയിൽ ചെന്ന് വഴക്കുകൂടിയത് വരുന്നത് എന്തായാലും നേരിടാന്ന് ഉറപ്പിച്ചു തന്നെയാ. ഒക്കെ ശരിയായിരിക്കും, പക്ഷെ നന്ദനോട് നമ്മളിങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് നന്ദനെ ഒന്ന് കാണണം. ഇപ്പൊ
തന്നെ തിരിച്ചു പോയ കൊള്ളുന്നുണ്ട്. ഓ അങ്ങനെയാണോ? എന്നാ പൊക്കോടി, തിരിച്ചു പൊയ്ക്കോ. ചാരി, നീ ഇവളെ തടയണ്ട. അവള് പൊയ്ക്കോട്ടെ, എവിടെയാന്ന് വെച്ചാ പൊയ്ക്കോട്ടെ. ദേവി, നീ പൊയ്ക്കോ, ആരും നിന്നെ തടയില്ല. അവിടെ ചെന്ന് ആ പ്രഭാവതിയുടെ മീരയുടെയും ജോലിക്കാരിയായിട്ട് ജീവിക്ക. നന്ദനെ കണ്ടുകൊണ്ട് നിന്നാ മതിയല്ലോ, അത്രയല്ലേ വേണ്ടു നിനക്ക്. നീ ചെല്ല്. ഭൂമിയോളം താഴാം, അതിന് താഴെ താഴാൻ പറ്റില്ല. അവരുടെ അഹങ്കാരത്തിനു മുമ്പിൽ നമ്മുടെ അഭിമാനം പണയം വെക്കാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. എന്റെ ഗതി നിനക്ക് വരാൻ പാടില്ല. അതിനു വേണ്ടിയാ ഞാൻ ഈ ഉറച്ച തീരുമാനം എടുത്തത്. മാധവേട്ടനെ കുറ്റപ്പെടുത്തിയല്ല ഞാൻ. മുൻപ് മാധവേട്ടൻ ഉത്തരവാദിത്തങ്ങളില്ലാതെ ഓരോന്ന് പ്രവർത്തിക്കുമ്പോ നിങ്ങളെയും കൂട്ടി ഞാൻ എന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോയിരുന്നെങ്കില്, അല്ലെങ്കിൽ ബന്ധം ഒഴിഞ്ഞിരുന്നെങ്കില് ഇത്രയും കണ്ണീര് കുടിക്കേണ്ടി വരില്ലായിരുന്നു എനിക്ക്. മുമ്പ് മാധവേട്ടൻ തല്ലാൻ വരുമ്പോ പേടിയായിരുന്നു, കരഞ്ഞു കാണിക്കുമ്പോ മനസ്സലിയുമായിരുന്നു. അതുകൊണ്ടെന്താ ഇപ്പൊ സ്വന്തമായിട്ടൊരു കൂരയില്ല, വരുമാനവും ഇല്ല. നാളെ എങ്ങനെ ജീവിക്കുമെന്ന് അറിയത്തുമില്ല. എന്നെ പോലെ മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് കഴിയേണ്ട അവസ്ഥ നിനക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് ഇനി നിന്റെ മനസ്സ് മാറിയാലും ഞാൻ ഒരു വിട്ടുവീഴ്ചക്കില്ല.